നമസ്കാരം. ഇൻ്റഗ്രൽസ് പാർട്ട് 8ലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എക്സസൈസ് 7.2ലെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. 21ാമത്തെ ചോദ്യം, ടാൻ സ്ക്വയർ 2x-3. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടെയൊന്നും നമ്മൾ ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് കണ്ടിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ടാൻ സ്ക്വയറും സീക്ക് സ്ക്വയറും തമ്മിലൊരു റിലേഷനുണ്ട്, ട്രിഗ്നോമെട്രിക് റിലേഷൻ. നമുക്കറിയാം സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. സോ ടാൻ സ്ക്വയർ ഓഫ് 2x-3 എന്നത് സീക്ക് സ്ക്വയർ ഓഫ് 2x-3 മൈനസ് 1 എന്ന് മാറ്റി എഴുതാം. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ കാണാൻ പറ്റും. നമുക്കറിയാം ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ എക്സ് ആണല്ലേ? സോ ആ ഒരു ഇൻ്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 2x-3 is equal to t, 2dx is equal to dt എന്ന് കിട്ടും. ഇവിടെ 2x-3ൻ്റെ സ്ഥലത്ത് t കൊടുക്കുക, dx മാത്രമേ ഉള്ളൂ. നമുക്കപ്പം dx is equal to dt/2 എന്ന് എഴുതാം. സോൾവ് ചെയ്യുമ്പോൾ 1/2 tan t മൈനസ് എക്സ് പ്ലസ് സി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാസ്റ്റ് ആൻസറായി. ക്വസ്റ്റ്യൻ നമ്പർ 22. സീക്ക് സ്ക്വയർ ഓഫ് 7 മൈനസ് 4x. ഈസിയാണ്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ഓഫ് 7 മൈനസ് 4x dx എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 7 മൈനസ് 4xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 4 dx ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടും. നമുക്കിവിടെ dx മാത്രമേ ഉള്ളൂ. സോ dt/-4 എന്ന് കിട്ടും. മാറ്റി എഴുതുമ്പോൾ ടീൻ്റെ ടേംസിൽ എഴുതുമ്പോൾ മൈനസ് 1/4 ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ടി ഡി ടി. എന്താണ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ഡി ടി? അത് ടാൻ ടി ആണ് അല്ലേ? സോ മൈനസ് 1/4 ടാൻ ടി കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതാം. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. അടുത്ത ചോദ്യം, സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുമ്പം എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും സൈൻ ഇൻവേഴ്സ് എക്സിനാണ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം എന്താ? അതിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്. നമുക്ക് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന് ഡി ടി എന്നും സൈൻ ഇൻവേഴ്സ് എക്സിന് ടി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ ടി ഡി ടി t²/2 പ്ലസ് സി ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് ആൻസറായി. അടുത്ത ചോദ്യം, 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x. ഇവിടെ ഡിനോമിനേറ്ററിൽ 2 കോമൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, 1/2 ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 3 cos x plus 2 sin x dx. ഇനി ഇതിൽ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ dt/dx ഈസ് ഈക്വൽ ടു മൈനസ് 3 sin x plus 2 cos x. ഇപ്പം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത് തന്നെയാണ് ന്യൂമറേറ്റർ അല്ലേ? സോ 1/2 ഇൻറ്റു dt/t എന്ന് നമുക്ക് കിട്ടും. അതായത് ഇൻ്റഗ്രൽ dt/2t. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/2 ലോഗ് മോഡ് ടി പ്ലസ് സി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസറായി. അടുത്ത ചോദ്യം, 1/cos സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. നമുക്ക് ചെറുതായിട്ടൊന്ന് റീറൈറ്റ് ചെയ്യാം. ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എക്സ്, അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1 മൈനസ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടി ആണെങ്കിൽ dt/dx ഈസ് ഈക്വൽ ടു മൈനസ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? മൈനസ് ഡി ടി എന്നാവും. ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ മൈനസ് ഡി ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ. ഇത് സോൾവ് ചെയ്താൽ മൈനസ് ഓഫ് മൈനസ് 1/t പ്ലസ് സി, അതായത് പ്ലസ് 1/t പ്ലസ് സി. ടി ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/1 മൈനസ് ടാൻ എക്സ് പ്ലസ് സി. ഫൈനൽ ആൻസറായി. അടുത്ത ചോദ്യം, കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ്. ഈസിയാണ്. റൂട്ട് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 1/√x dx ഉണ്ടല്ലേ? അതിന് നമുക്ക് 2 dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീൻ്റെ ടേംസിൽ 2 ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി. ഇനി സോൾവ് ചെയ്യാൻ ഈസിയാണ്. 2 sin t പ്ലസ് സി. ടീനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 sin റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് സൈൻ 2x കോസ് 2x. ഇവിടെ എന്തിനാണ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? സൈൻ 2x ഈസ് ഈക്വൽ ടു ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 cos 2x dx ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടും. ഇവിടെ cos 2x dx ഉണ്ടല്ലേ? സോ അതിന് dt/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് സൈൻ 2xന് റൂട്ട് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീൻ്റെ ടേംസിൽ ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും, 1/2 ഇൻ്റഗ്രൽ റൂട്ട് ടി ഡി ടി. ഇനി സോൾവ് ചെയ്താൽ 1/2 ഇൻറ്റു ടി റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ
ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/3 t⁻³ പ്ലസ് സി. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവസാനത്തെ ആൻസർ ആയി. അടുത്ത ചോദ്യം കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ്. ഇവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് സൈൻ എക്സ് ഉണ്ടല്ലേ, അതിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഡി എക്സ് ഈസിക്കൽ ഡി ടി കിട്ടും. കണ്ടില്ലേ, കോസ് എക്സ് ഡി എക്സ് അതിന് ഡി ടി എന്ന് എഴുതാം. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് റൂട്ട് ടി എന്ന് എഴുതാം. ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം t⁻⁻1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1, അതാണ് t⁻1/2/1/2 ആയത്. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതണം. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2 റൂട്ട് ടി പ്ലസ് സി. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ട് എക്സ് ലോഗ് സൈൻ എക്സ്. ഇവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കോട്ട് എക്സ് ഇവിടെ ഉണ്ടല്ലേ, ലോഗ് സൈൻ എക്സ് ഒന്ന് നോക്കിയേ, അതിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ് എന്താവും? 1/sin x ഇൻറ്റു ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ചെയിൻ റൂൾ പ്രകാരം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടി നോക്കണം, കോസ് എക്സ്. സോ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താണ്? കോട്ട് എക്സ് ആണ് അല്ലേ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ലോഗ് സൈൻ എക്സിനാണ് 1/sin x ഡോട്ട് കോസ് എക്സ് ഡി എക്സ് ഈസിക്കൽ ടു ഡി ടി എന്ന് കിട്ടും. കോട്ട് എക്സ് ഡി എക്സ് ഈസിക്കൽ ടു ഡി ടി അല്ലേ, കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ട് എക്സ് ആണ്. സോ ഈ ഒരു ഇൻ്റഗ്രൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഇത് സോൾവ് ചെയ്താൽ t²/2 പ്ലസ് സി. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസറിലേക്ക് എത്തും. അടുത്തതിലേക്ക് പോവാം. സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1 പ്ലസ് കോസ് എക്സിന്. ഡി ടി ബൈ ഡി എക്സ് എന്താവും? സൈൻ എക്സ് ആവും അല്ലേ, മൈനസ് സൈൻ എക്സ് ആവും. ഇവിടെ സൈൻ എക്സ് ഡി എക്സ് ഉണ്ട്, സോ മൈനസ് ഡി ടി എന്ന് നമുക്ക് സൈൻ എക്സ് ഡി എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് കോസ് എക്സിന് ടി എന്നും. ടീൻ്റെ ടേംസിൽ എഴുതിയാൽ ഇൻ്റഗ്രൽ മൈനസ് ഡി ടി ബൈ ടി മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് സി. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസറായി. അടുത്തതായി സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ 1 പ്ലസ് കോസ് എക്സിനാണ് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈസിക്കൽ ടു ഡി ടി എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ സൈൻ എക്സ് ഡി എക്സ് ആണ് അല്ലേ, സോ മൈനസ് ഡി ടി എന്ന് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്താവും? ടി സ്ക്വയർ ആവും. നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രൽ ടീൻ്റെ ടേംസിൽ എഴുതാം. സോൾവ് ചെയ്യുമ്പം 1/t പ്ലസ് സി എന്ന് കിട്ടും. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസറായി. അടുത്ത ചോദ്യം ഉത്തരം ഈസി ആണെങ്കിലും കുറച്ച് ലെങ്തിയാണ്. 1/1 പ്ലസ് കോട്ട് എക്സ്. ഇവിടെ ഈ കോട്ട് എക്സ് നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ. ഇവിടെ 1 പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് അതെന്താണ്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ആണ് അല്ലേ. ഈ ഡിനോമിനേറ്ററിലുള്ള സൈൻ എക്സ് ന്യൂമറേറ്ററിൽ പോയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇനി ചെയ്യാൻ പോകുന്നത് ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ ബൈ 2. നമുക്ക് ഹാഫ് ഇൻ്റഗ്രൽ 2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ 2 സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ന്യൂമറേറ്ററിൽ കോസ് എക്സ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 1/2 ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ കണ്ടില്ലേ, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അത് 1 ആയി മാറും. പ്ലസ് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫ്രാക്ഷനായിട്ട് കിട്ടും. അടുത്തത് നിങ്ങൾക്ക് കാണാം 1/2 ഇൻ്റഗ്രൽ 1 dx പ്ലസ് ഇങ്ങനെ ഒരു ഇൻ്റഗ്രലും കിട്ടും. 1/2 ഇൻറ്റു ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാൻ സുഖമാണ്. രണ്ടാമത്തേത് ഈ സർക്കിളിൽ കാണുന്നത് ഒരിത്തിരി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം അല്ലേ. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ഒരു ഇൻ്റഗ്രലാണ്. ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈസിക്കൽ ടു ഡി ടി എന്ന് കിട്ടും. ഇവിടെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് ആണ് അല്ലേ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് അല്ല. ഒന്ന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തേത് x/2 ഓൾറെഡി സോൾവ് ചെയ്തു. 1/2 ഇൻ്റഗ്രൽ ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്, നമുക്ക് വേണ്ടത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് അല്ലേ, അപ്പം മൈനസ് ഡി ടി എന്നാക്കിയാൽ മതി. ഇങ്ങനെ കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഈസിയാണ്. ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവസാനത്തെ ആൻസറായി. അടുത്ത ചോദ്യം ഈ ചോദ്യമായിട്ട് നല്ല സിമിലർ ആണ്. ഇവിടെ 1/1 പ്ലസ് കോട്ട് എക്സ് ആണെങ്കിൽ ഇവിടെ 1/1 മൈനസ് ടാൻ എക്സ് ആണ്. ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണ്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. ആ ഡിനോമിനേറ്ററുള്ള കോസ് എക്സ് ന്യൂമറേറ്ററിലേക്ക് വന്നാൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഇങ്ങനെ എഴുതാം. ഇനി ചെയ്യേണ്ടത് ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ ബൈ 2. ഇനി ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ സൈൻ എക്സ് സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും, അപ്പോൾ അത് രണ്ടും കൂടി എന്താവും? ക്യാൻസലായിട്ട് 1 ആവും. പിന്നെ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ബാക്കിയാവും. അടുത്ത നോക്കിക്കോ 1/2 ഇൻ്റഗ്രൽ 1 dx പ്ലസ്
1/2 ഇങ്ങനെയൊരു ഇൻ്റഗ്രൽ. അപ്പോൾ ഇനി ആദ്യത്തെ ഇൻ്റഗ്രൽ ഈസിയാണ് അല്ലേ, x/2 എന്ന് കിട്ടും. രണ്ടാമത്തെ ഈ സർക്കിളിൽ കാണുന്ന ഇൻ്റഗ്രൽ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ഒരു ഇൻ്റഗ്രലാണിത്. ഡിനോമിനേറ്ററിന് cos x മൈനസ് sin x എന്ന് കൊടുക്കുക. t ഈസ് ഈക്വൽ ടു cos x മൈനസ് sin x, dt/dx ഈസ് ഈക്വൽ ടു മൈനസ് sin x മൈനസ് cos x. പക്ഷെ നമുക്ക് വേണ്ടത് sin x പ്ലസ് cos x ആണ് അല്ലേ. സോ ഈ മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് sin x പ്ലസ് cos x dx അഥവാ cos x പ്ലസ് sin x dx ഈസ് ഈക്വൽ ടു മൈനസ് dt. അപ്പോൾ അതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇൻ്റഗ്രൽ മൈനസ് dt/t എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ മൊത്തത്തിൽ x/2 മൈനസ് 1/2 ലോഗ് മോഡ് ടി പ്ലസ് സി, ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസർ ആയി. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് ടാൻ എക്സ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ഈ ഒരു ഇൻ്റഗ്രൽ ചെറുതായിട്ടൊന്ന് റീറൈറ്റ് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താണ്? കോട്ടെക്സ് ആണ് അല്ലേ, അഥവാ 1/tan x. അതുപോലെ തന്നെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലേ. ഈ പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് ഇൻ്റഗ്രൽ ഈ രൂപത്തിൽ കിട്ടും. ഇനി റൂട്ട് ഓഫ് ടാൻ എക്സ് ബൈ ടാൻ എക്സ് എന്താണ്? 1/√tan x. ഇവിടെ 1/cos സ്ക്വയർ എക്സ് സീക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഈ ഫോമിലായി, ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടി, സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. ടീൻ്റെ ടേംസിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇൻ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ടി. സോൾവ് ചെയ്താൽ 2√t പ്ലസ് സി, ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ഓഫ് 2√tan x പ്ലസ് സി. അടുത്ത ഒരു സിമ്പിൾ ചോദ്യമാണ് 1 + log x ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 + log x, അതിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/x dx ഈസ് ഈക്വൽ ടു ഡി ടി. ടീൻ്റെ ടേംസിൽ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്ന് കിട്ടും. t⁻³ പ്ലസ് സി 1 + log x ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. ഈ ചോദ്യം നോക്കാം. x+1 ഇൻറ്റു x + log x ഹോൾ സ്ക്വയർ ബൈ എക്സ്. നമ്മളിത് ഈ രൂപത്തിലേ മാറ്റിയിടുന്നു. x+1/x ഇൻറ്റു x + log x ഹോൾ സ്ക്വയർ. ഈ x+1/x എന്താണ്? 1 + 1/x ആണ് അല്ലേ. ഇനി എവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? x + log xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 + 1/x dx ഈസ് ഈക്വൽ ടു dt എന്ന് കിട്ടും. ഇവിടെ ഉണ്ടല്ലോ അല്ലേ, 1 + 1/x dx. x + log x എന്താണ്? ടി ആണ്. 1 + 1/x dx എന്താണ്? ഡി ടി ആണ്. സോ ടീൻ്റെ ടേംസിൽ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. സോൾവ് ചെയ്യുമ്പോൾ t³ / 3 പ്ലസ് സി, ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടി. അടുത്ത ചോദ്യം, x³ sin ഓഫ് ടാൻ ഇൻവേഴ്സ് x⁴ ഡിവൈഡഡ് ബൈ 1 + x�8. നമ്മളിവിടെ ടാൻ ഇൻവേഴ്സ് x⁴ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം x³ dx ബൈ 1 + x⁸ ഈസ് ഈക്വൽ ടു dt/4 എന്ന് കിട്ടും. നമ്മൾ ടീൻ്റെ ടേംസിൽ ഇത് എഴുതുമ്പം ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി ബൈ 4. സോൾവ് ചെയ്യുമ്പം 1/4 ഇൻറ്റു മൈനസ് കോസ് ടി പ്ലസ് സി, ടി ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ലാസ്റ്റ് ആൻസറിലേക്ക് എത്തും. ഈ എക്സസൈസിലെ ഏറ്റവും അവസാനത്തെ 2 ചോദ്യങ്ങൾ നോക്കാം. ഇൻ്റഗ്രൽ 10x⁻9 പ്ലസ് 10x log 10 ബൈ x⁻10 പ്ലസ് 10x dx ഈക്വൽസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ഏതോ ഒരെണ്ണം ശരിയാണ്. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ dt/dx ആയിട്ട് നമുക്ക് ഈ ന്യൂമറേറ്റർ കിട്ടും. സോ ഈ ഒരു ഇൻ്റഗ്രൽ ടീൻ്റെ ടേംസിൽ ഇങ്ങനെ എഴുതാം. സോൾവ് ചെയ്താൽ log ടി പ്ലസ് സി, ടിക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ log 10x പ്ലസ് x⁻10 പ്ലസ് സി. ഡി ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് എക്സസൈസിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കാം. ഇൻ്റഗ്രൽ dx ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണം ശരിയാണ്. ഏതാണെന്ന് നോക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണ്? 1 ആണുള്ളത് അല്ലേ. ഇൻ്റഗ്രൽ 1/sin സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. സോ 1ന് പകരം നമുക്ക് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം. സൈൻ സ്ക്വയർ എക്സ് ഇവിടെ ക്യാൻസൽ ആയി പോകും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇവിടെ കോസ് സ്ക്വയർ എക്സും അങ്ങനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആവും. ബാക്കി ഇൻ്റഗ്രൽ 1/cos സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1/sin സ്ക്വയർ എക്സ് ഡി എക്സ് ആവും. അതായത് ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ ഡി എക്സ്. ഇത് സോൾവ് ചെയ്താൽ ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. വിച്ച് ഓപ്ഷൻ? അതെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
ഇതോടെ എക്സർസൈസ് 7.2 കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത 39 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഭാഗം തുടങ്ങും, ഇൻ്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. എന്തായാലും ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയ എല്ലാവർക്കും നന്ദി.